ഉപ്പും മുളകും സിറ്റ്കോമിലൂടെ കരിയർ മാറിമറിഞ്ഞ നടിയാണ് നിഷ സാരംഗ്. കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി നിഷ സാരംഗ് മാറി. ഇന്ന് സിനിമകളിൽ മികച്ച വേഷങ്ങൾ നിഷ സാരംഗ് ചെയ്യുന്നു. ജീവിതത്തിൽ വിഷമഘട്ടങ്ങളേറെ നിഷ സാരംഗിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്രായത്തിലെ വിവാഹമോചനം, 2 മക്കളെ വളർത്തൽ, കരിയറിലെ പ്രതിസന്ധികൾ എന്നീ സാഹചര്യങ്ങളെല്ലാം നിഷ അഭിമുഖീകരിച്ചു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ നിഷ. അഭിനയ രംഗത്തേക്ക് ആഗ്രഹിച്ചു വന്നയാളല്ല താനെന്ന് നിഷ പറയുന്നു. കൈരളി ടിവിയിലാണ് നടി മനസ്സ് തുറന്നത്. അഭിനയിക്കാൻ വന്നതായിരുന്നില്ല, യാദൃശ്ചികമായി വന്നതാണ്. ഇതെൻ്റെ പ്രൊഫഷനാകുമെന്ന് കരുതിയതുമില്ല. ഞാൻ ആ സമയത്തും രാവിലെ എണീറ്റ് പത്രമെടുത്ത് ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കും. കുറേ സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ്റെ ജോലിയിൽ സഹായിക്കും. അച്ഛൻ 5 രൂപയോ മറ്റോ തരും. അത് സ്വരുക്കൂട്ടി വെച്ച് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കും. അങ്ങനെ പോയി ചെയ്ത ഒരു ജോലി മാത്രമായിരുന്നു ആദ്യത്തെ അഭിനയമെന്നും നിഷ സാരംഗ് വ്യക്തമാക്കി. കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാനാകാത്ത അവസ്ഥ എനിക്ക് തോന്നിയിട്ടില്ല. അഭിനയം മാത്രമല്ലല്ലോ ജീവിതം. നമ്മൾ അതും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അതിനേക്കാളും വലിയ ഭാരമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നെപ്പോലെ ജീവിക്കുന്ന സ്ത്രീകൾക്കത് മനസ്സിലാകും. 100,000 ടെൻഷനുകളിലൂടെയാണ് ജീവിതം പോകുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാകും. ഇതെല്ലാം കൂടെ അവിയൽ പരുവത്തിൽ പോകുമ്പോൾ കഥാപാത്രം മനസ്സിൽ നിന്ന് ഇറങ്ങി പോകട്ടെ എന്ന് ചിന്തിക്കാത്തത് ആരാണെന്ന് നിഷ സാരംഗ് ചോദിക്കുന്നു. എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ പൊട്ടിപ്പോകും. എവിടെ കളയണോ അവിടെ കളഞ്ഞിട്ട് പോരുക. അടുത്തതെന്താണോ അതിലേക്ക് വരിക. ഒന്നും മനസ്സിൽ വെക്കരുത്. അങ്ങനെ മനസ്സിൽ വെച്ചാൽ ലൈഫ് പോക്കാണ്. മനസ്സിൽ വെച്ച് പോകാനാണെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചാൽ ഭാരമാകും. ജീവിതം എന്നത് യാത്രയാണ്. ആവശ്യമില്ലാത്തത് മാറ്റിവെക്കണം. വർഷങ്ങൾക്ക് മുമ്പ് വിവാഹബന്ധം വേർപിരിഞ്ഞതിനെക്കുറിച്ചും നിഷ സാരംഗ് സംസാരിച്ചു. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. വിജയിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വിവാഹത്തിൽ അപൂർവം ആൾക്കാർക്കാണ് 100% സന്തോഷം കിട്ടുക. 90% ആൾക്കാരും ഹാപ്പിയല്ല, അഡ്ജസ്റ്റ് ചെയ്തു പോകും. അതും പറ്റാതെ വരുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷെ അതെങ്ങനെയോ പോയി. പിന്നെ ജീവിക്കുക എന്നതാണ്. 2 കുട്ടികളുമായപ്പോൾ ജീവിതം എന്ന യാത്ര എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുപക്ഷെ യാത്ര അവസാനിപ്പിച്ചേക്കാം. എന്നാൽ മക്കളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകേണ്ടതായി വന്നെന്നും നിഷ വ്യക്തമാക്കി. പണ്ട് സീരിയലുകളിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും നടി പങ്കുവച്ചു. ഇന്നത്തെ പോലെ സംഘടനകൾ അന്നില്ല. വെളുപ്പിന് 2 മണിവരെയൊക്കെ ഷൂട്ട് നീണ്ടു പോയിട്ടുണ്ടെന്നും നിഷ ഓർക്കുന്നു.